നമ്മുടെ ഭൂമി എത്ര വേഗത്തിലാണ് ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്നത്? ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഏകദേശം 463 മീറ്റേഴ്സ് പെർ സെക്കൻഡ് വേഗത്തിലാണ്. ഭൂമി കറങ്ങുന്നതിന്റെ കൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിൽക്കുന്ന നമ്മളും സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ ഇതിനു പുറമെ ഇതിനേക്കാൾ വേഗത്തിൽ ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. 30 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ് ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്യുന്നത്. ബഹിരാകാശത്തിലേക്ക് നമ്മൾ വിക്ഷേപിക്കുന്ന റോക്കറ്റുകൾക്ക് പോലും അത്രയും സ്പീഡില്ല എന്ന കാര്യം ഓർക്കണം. പക്ഷേ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം സൂര്യന് ചുറ്റും വലം വെക്കുന്നത് പോലെ നമ്മുടെ സൂര്യനും സൗരയൂഥം മുഴുവനും നമ്മുടെ ഗാലക്സിയുടെ മധ്യഭാഗത്തിന് ചുറ്റും വലം വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ സോളാർ സിസ്റ്റം മുഴുവൻ ഏകദേശം 230 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ സഞ്ചാരം അവിടെയും അവസാനിക്കുന്നില്ല. കാരണം നമ്മുടെ ഗാലക്സി ഒരിടത്ത് വെറുതെ നിൽക്കുന്ന ഒരു വസ്തുവല്ല. അതും ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നല്ല, 630 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ പായുകയാണ് മിൽക്കി വേ. പക്ഷേ എങ്ങോട്ടാണ് മിൽക്കി വേ പായുന്നത്? കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു വസ്തുവിനെ ലക്ഷ്യമിട്ടാണ് മിൽക്കി വേ പോകുന്നത്. എങ്കിൽ ആ സ്ഥലത്തിൽ എന്താണുള്ളത്? അത് കണ്ടെത്താൻ വേണ്ടി കൂടുതൽ നിരീക്ഷിച്ചപ്പോഴാണ് ബഹിരാകാശ ഗവേഷകർ ഒരു അത്ഭുതകരമായ കാര്യം മനസ്സിലാക്കിയത്. നമ്മുടെ ഗാലക്സി മാത്രമല്ല, ചുറ്റുമുള്ള ബാക്കി എല്ലാ ഗാലക്സികളും ആ നിഗൂഢ സ്ഥലത്തിനെ ലക്ഷ്യമിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗാലക്സികളെ എല്ലാം വലിച്ചെടുക്കുന്ന എന്തോ ഒരു അത്ഭുത പ്രതിഭാസം ആ സ്ഥലത്തിലുണ്ട്. ആ പ്രതിഭാസത്തിന് നമ്മളൊരു പേരും നൽകിയിട്ടുണ്ട്, ദി ഗ്രേറ്റ് അട്രാക്ടർ. പക്ഷേ ശരിക്കും എന്താണ് ഈ ഗ്രേറ്റ് അട്രാക്ടർ? എല്ലാത്തിനെയും വലിച്ചെടുക്കുന്നുവെങ്കിൽ ഇനിയൊരിക്കൽ ഭാവിയിൽ പ്രപഞ്ചത്തിലുള്ള സകലതും ഈ ഗ്രേറ്റ് അട്രാക്ടറിലായിരിക്കുമോ ചെന്ന് അവസാനിക്കുന്നത്? ഗ്രാവിറ്റി ഏറ്റവും ദുർബലമായ ശക്തിയാണെങ്കിലും അതാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും പ്രബലമായിരിക്കുന്ന ശക്തി. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഗാലക്സികളും അങ്ങനെ പ്രപഞ്ചത്തിലുള്ള സകല ബഹിരാകാശ വസ്തുക്കളും നിലനിൽക്കുന്നത് തന്നെ ഗുരുത്വാകർഷണ ബലം കാരണം മാത്രമാണ്. ഭൂമി സൗരയൂഥത്തിന്റെ ഭാഗമായിരിക്കുന്നതിനും സൗരയൂഥം മിൽക്കി വേയുടെ ഭാഗമായിരിക്കുന്നതിനും കാരണം ഗ്രാവിറ്റിയാണ്. പക്ഷേ ദൂരം കൂടുന്നതിനനുസരിച്ച് രണ്ട് വസ്തുക്കളുടെ ഇടയിലുള്ള ഗ്രാവിറ്റിയും ദുർബലമാകും. ഗാലക്സികൾക്കിടയിലുള്ള ദൂരം എന്നത് വളരെ വളരെ വലുതാണ്. അതിനാൽ തന്നെ ഈ ഗാലക്സികളൊന്നും പരസ്പരം ആകർഷിക്കാതെ ഒന്നിന്റെയും ഭാഗമാകാതെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന വസ്തുക്കളാണെന്നായിരുന്നു പണ്ട് നമ്മൾ കരുതിയിരുന്നത്. ശരിക്കും കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെയും നമ്മുടെ മുഴുവൻ പ്രപഞ്ചവും നമ്മുടെ മിൽക്കി വേ ഗാലക്സി മാത്രമാണെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. ഗാലക്സികൾ എന്ന ഘടനകളെക്കുറിച്ച് പോലും നമുക്കറിയാമായിരുന്നില്ല. അങ്ങനെ 1923 എഡ്വിൻ ഹബിൾ എന്ന അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനാണ് ഗാലക്സികളെ കണ്ടുപിടിക്കുന്നതും പ്രപഞ്ചം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നതും. അതിനു മുൻപും പല ആസ്ട്രോണമേഴ്സും ഗാലക്സികളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് ബഹിരാകാശത്തിലുള്ള എന്തോ ഒരു തരം മങ്ങിയ വസ്തുക്കളാണെന്നായിരുന്നു അവർ കരുതിയത്. അവസാനം ഹബിൾ ആണ് അതെന്താണെന്ന് തിരിച്ചറിഞ്ഞത്. അതിനുശേഷം നിരന്തരമായിട്ട് നമ്മൾ ഒരുപാട് ഗാലക്സികളെ കണ്ടെത്താൻ തുടങ്ങി. ഒടുവിൽ നമ്മുടെ സാങ്കേതിക വിദ്യകൾ കൂടുതൽ മെച്ചപ്പെട്ടപ്പോൾ നമ്മുടെ മിൽക്കി വേയുടെ സമീപമുള്ളതും കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കകലെയുള്ളതുമായ ധാരാളം പുതിയ ഗാലക്സികളെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ഭൂമി സൗരയൂഥത്തിന്റെ ഭാഗമായിരിക്കുന്നത് പോലെ സൗരയൂഥം മിൽക്കി വേ ഗാലക്സിയുടെ ഭാഗമായിരിക്കുന്നത് പോലെ നമ്മുടെ ഗാലക്സിയും ഒരു ഗാലക്സി ക്ലസ്റ്ററിന്റെ ഭാഗമാണ്. ഒരുപാട് ഗാലക്സികൾ ഗുരുത്വാകർഷണ ബലത്തിനു കീഴിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഘടനകളാണ് ഗാലക്സി ക്ലസ്റ്ററുകൾ. ഒരുമിച്ച് കൂടി നിൽക്കുന്നുവെന്ന് പറയുമ്പോഴും അതിലുള്ള ഓരോ ഗാലക്സികൾക്കിടയിലും പല ലക്ഷക്കണക്കിനും ദശലക്ഷക്കണക്കിനും പ്രകാശവർഷങ്ങളുടെ ദൂരമുണ്ടായിരിക്കും. ലോക്കൽ ഗ്രൂപ്പ് എന്നാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സി അടങ്ങിയിരിക്കുന്ന ഗാലക്സി ക്ലസ്റ്ററിന് നൽകിയിരിക്കുന്ന പേര്. ഏകദേശം 1 കോടി പ്രകാശവർഷമാണ് ഈ ലോക്കൽ ഗ്രൂപ്പിന്റെ വ്യാസം. ഗ്രാവിറ്റിയുടെ പ്രഭാവം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ ലോക്കൽ ഗ്രൂപ്പ് ഒരു സൂപ്പർ ക്ലസ്റ്ററിന്റെ ഭാഗമാണ്. ഒരുപാട് ഗാലക്സി ക്ലസ്റ്ററുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഘടനകളാണ് ഗാലക്റ്റിക് സൂപ്പർ ക്ലസ്റ്റർ. വിർഗോ സൂപ്പർ ക്ലസ്റ്റർ എന്നാണ് നമ്മുടെ ലോക്കൽ ഗ്രൂപ്പ് ഉൾപ്പെടെ 100-ൽ കൂടുതൽ ക്ലസ്റ്റേഴ്സ് അടങ്ങിയിരിക്കുന്ന സൂപ്പർ ക്ലസ്റ്ററിന് നൽകിയിരിക്കുന്ന പേര്. ഇതിന്റെ ഒരു വശത്തിൽ നിന്നും മറുവശം വരെ എത്താനുള്ള ദൂരമെന്നത് ഏകദേശം 11 കോടി പ്രകാശവർഷമാണ്. പക്ഷേ ഇവിടെയും ഗ്രാവിറ്റിയുടെ സ്വാധീനം തീരുന്നില്ല.
വിർഗോ സൂപ്പർ ക്ലസ്റ്റർ പോലെ ഒരുപാട് സൂപ്പർ ക്ലസ്റ്റേഴ്സ് ഒരുമിച്ച് നിൽക്കുന്ന ഘടനയാണ് മെഗാ സൂപ്പർ ക്ലസ്റ്റേഴ്സ്. ലാനിയാക്കിയ ഗാലക്റ്റിക് മെഗാ സൂപ്പർ ക്ലസ്റ്ററിലാണ് നമ്മുടെ വിർഗോ സൂപ്പർ ക്ലസ്റ്റർ അടങ്ങിയിരിക്കുന്നത്. ഏകദേശം 52 കോടി പ്രകാശവർഷമാണ് ലാനിയാക്കിയ ഘടനയുടെ വ്യാസം. 1.5 ലക്ഷത്തോളം ഗാലക്സികൾ ഈ ഘടനയിലുണ്ടെന്നാണ് നിഗമനം. പക്ഷേ വീണ്ടും ഗ്രാവിറ്റിയുടെ പ്രഭാവം തുടരുകയാണ്. ഇതുപോലെ ഒരുപാട് മെഗാ സൂപ്പർ ക്ലസ്റ്റേഴ്സ് ഒരുമിച്ച് നിൽക്കുന്നതാണ് ഗാലക്റ്റിക് സൂപ്പർ ക്ലസ്റ്റർ കോംപ്ലക്സ്. ഇവയാണ് പ്രപഞ്ചത്തിൽ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഘടനകൾ. ഗാലക്റ്റിക് ഫിലമെന്റ്, ഗാലക്റ്റിക് വാൾ, അങ്ങനെ പല പേരുകളിലാണ് ഈ ഘടനകൾ അറിയപ്പെടുന്നത്. പൈസസ് സെറ്റസ് സൂപ്പർ ക്ലസ്റ്റർ കോംപ്ലക്സിലാണ് നമ്മുടെ ലാനിയാക്കിയ മെഗാ ക്ലസ്റ്റർ അടങ്ങിയിരിക്കുന്നത്. ദൃശ്യപ്രപഞ്ചത്തിൽ ഇതുപോലെ ഒരുപാട് ഗാലക്റ്റിക് ഫിലമെന്റ്സ് ഉണ്ട്. പ്രപഞ്ചത്തിലെ ഭീമൻ ഘടനകളുടെ ഒരു ഏകദേശ രൂപം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഗാലക്സികളുടെ ഉള്ളിലുള്ള വസ്തുക്കൾ ചലിക്കുന്നുണ്ടെങ്കിലും ഗാലക്സികളൊക്കെ ഒരിടത്ത് അനങ്ങാതെ സ്ഥിരമായിട്ട് നിൽക്കുന്ന വസ്തുക്കളാണെന്നായിരുന്നു പണ്ട് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ 1970കളുടെ തുടക്കത്തിൽ നമ്മുടെ ഗാലക്സി ശരിക്കും ഒരിടത്ത് അനങ്ങാതെ നിൽക്കുകയല്ല, മറിച്ച് ബഹിരാകാശത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നതിന്റെ തെളിവുകൾ നമ്മൾ കണ്ടെത്താൻ തുടങ്ങി. ആദ്യം സെന്റോറസ് എന്ന നക്ഷത്ര സമൂഹത്തിന്റെ ദിശയിലേക്കാണ് മിൽക്കി വേ പോകുന്നതായിട്ട് നമുക്ക് തോന്നിയത്. എന്നാൽ കൂടുതൽ നിരീക്ഷിച്ചപ്പോൾ നമ്മുടെ ഗാലക്സി മാത്രമല്ല, ചുറ്റുമുള്ള 400ഓളം ഗാലക്സികളും മിൽക്കി വേക്കൊപ്പം മിൽക്കി വേ പോകുന്ന അതേ ദിശയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. ആ ഗാലക്സികളൊന്നും തീർച്ചയായും സെന്റോറസിന്റെ ദിശയിലേക്കല്ല സഞ്ചരിക്കുന്നത്. അവയെല്ലാം സഞ്ചരിക്കുന്ന ദിശ നോക്കിയപ്പോഴാണ് ശരിക്കും ഈ ഗാലക്സികളെല്ലാം മിൽക്കി വേയിൽ നിന്നും ഏകദേശം 25 കോടി പ്രകാശവർഷ ദൂരത്തിലുള്ള ബഹിരാകാശത്തിന്റെ ഒരു പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞത്. 25 കോടി പ്രകാശവർഷ ദൂരത്തിലുള്ള ആ പോയിന്റിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തിൽ എന്താണുള്ളതെന്ന് നമുക്കറിയില്ല. അങ്ങനെ നിഗൂഢമായ ആ സ്ഥലത്തിനു നമ്മൾ നൽകിയ പേരാണ് ദി ഗ്രേറ്റ് അട്രാക്ടർ. അവിടെ എന്താണുള്ളതെന്ന് നമുക്കറിയില്ലെങ്കിലും അതിൻ്റെ മാസ് എത്രയാണെന്ന് നമുക്കറിയാം. കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ ഇത്രയും ദൂരത്തിലിരുന്ന് 100 കണക്കിന് ഗാലക്സികളെ ആകർഷിക്കണമെങ്കിൽ ദി ഗ്രേറ്റ് അട്രാക്ടറിന് നമ്മുടെ സൂര്യന്റെ 10 കോടി മടങ്ങ് മാസ് ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ ബ്ലാക്ക് ഹോളായ TON 618 പോലും സൂര്യന്റെ 6600 കോടി മടങ്ങ് മാസ് മാത്രമേയുള്ളൂ. അപ്പോൾ ഇത്രയേറെ മാസുള്ള വസ്തു ശരിക്കും എന്താണ്? നിർഭാഗ്യവശാൽ അതിനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല. കാരണം അതിനെ കാണാൻ കഴിയാത്ത തരത്തിൽ മറ്റൊരു വസ്തു അതിനെ മറച്ചു വെച്ചിരിക്കുകയാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം ഗാലക്സി തന്നെ. ഗ്രേറ്റ് അട്രാക്ടർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സോൺ ഓഫ് അവോയ്ഡൻസ് എന്ന മേഖലയിലാണ്. എന്നുവെച്ചാൽ ഗാലക്സിയിൽ നമ്മൾ സ്ഥിതി ചെയ്യുന്നതിന് നേരെ മറുവശത്തിലുള്ള കാഴ്ചകൾ ഗാലക്സിയുടെ പ്രതലം കാരണം, പ്രതലമെന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും ഗാലക്സിയുടെ മധ്യഭാഗത്തിലെ വലിയ തോതിലുള്ള നക്ഷത്രങ്ങളും വാതകങ്ങളുമൊക്കെ കാരണം ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ഈ കാണാൻ പറ്റാത്ത ചെറിയൊരു ഭാഗത്തിനെയാണ് സോൺ ഓഫ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ഈ മേഖലയെ ഒഴിവാക്കി നമുക്ക് വ്യക്തമായിട്ട് ഗ്രേറ്റ് അട്രാക്ടറിനെ കാണണമെങ്കിൽ സൗരയൂഥം വലം വെച്ച് ഗാലക്സിയുടെ മറുവശത്തിലെത്തണം. അപ്പോൾ നമുക്കതിനെ നേരിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ സൗരയൂഥം മിൽക്കി വേയുടെ മധ്യഭാഗത്തിന് ചുറ്റും ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 23 കോടി വർഷങ്ങളെടുക്കും. അതായത് അവസാനമായിട്ട് സോളാർ സിസ്റ്റം ഇന്ന് നിലനിൽക്കുന്ന സ്ഥാനത്തിലായിരുന്നപ്പോൾ ഭൂമിയിൽ ദിനോസറുകൾ രൂപം കൊള്ളാൻ തുടങ്ങിയതേയുള്ളൂ. അപ്പോൾ ഇനിയും ഏകദേശം 11 കോടി വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ സൗരയൂഥം ഗാലക്സിയുടെ മറുവശത്തിലെത്തുകയുള്ളൂ. അന്ന് മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിരിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. പരസ്പരം സ്നേഹവും സമാധാനവും പങ്കുവെച്ച് ജീവിക്കുന്ന മനുഷ്യരെ നിരന്തരമായി വാർത്തകളിൽ കാണുമ്പോൾ ഇനിയും ഒരു 100 വർഷങ്ങൾ കഴിയുന്ന സമയത്തിൽ ഭൂമി തന്നെ ഉണ്ടായിരിക്കുമോ എന്നതുപോലും സംശയമാണ്. അപ്പോൾ ഗ്രേറ്റ് അട്രാക്ടർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ അത്രയും കാലം കാത്തിരിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ മറ്റു മാർഗങ്ങൾ തേടിയത്. സോൺ ഓഫ് അവോയ്ഡൻസിനപ്പുറത്തു നിന്നും വരുന്ന ദൃശ്യപ്രകാശത്തിന് ഗാലക്സിയിലുള്ള നക്ഷത്രങ്ങളെയും വാതകങ്ങളെയും ഒക്കെ ഭേദിച്ച് ഭൂമിയിലെത്താൻ സാധിച്ചില്ലെങ്കിലും പ്രകാശത്തിന്റെ മറ്റ് തരംഗങ്ങൾക്കത് സാധ്യമാണ്. സൂപ്പർ ക്ലസ്റ്ററുകൾ വലിയ തോതിലുള്ള എക്സ്റേ കിരണങ്ങൾ പുറത്തുവിടാറുണ്ട്. അപ്പോൾ ദി ഗ്രേറ്റ് അട്രാക്ടർ ഒരുപക്ഷെ ഒരു വലിയ ഗാലക്സി സൂപ്പർ ക്ലസ്റ്റർ ആണെങ്കിൽ അതിൽ നിന്നും വരുന്ന വൻതോതിലുള്ള എക്സ്റേ കിരണങ്ങൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനാകും. നിർഭാഗ്യവശാൽ പണ്ട് നമുക്കതിനുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടായിരുന്നില്ല.
ഒടുവിൽ 1990 ജർമ്മൻ സ്പേസ് ഏജൻസി റോസാറ്റ് എന്ന എക്സ്റേ പേടകം വിക്ഷേപിച്ചു. അങ്ങനെ പല വർഷങ്ങളുടെ നിരീക്ഷണങ്ങൾക്ക് ശേഷം 1996 ശാസ്ത്രജ്ഞർ ദി ഗ്രേറ്റ് അട്രാക്ടർ എന്താണെന്ന് കണ്ടെത്തി. ഗ്രേറ്റ് അട്രാക്ടറിന്റെ സ്ഥാനത്തിൽ അവർ കണ്ടത് ഒരു സൂപ്പർ ക്ലസ്റ്റർ ആയിരുന്നു. ഹൈഡ്ര സെന്റൗറസ് സൂപ്പർ ക്ലസ്റ്റർ എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കണക്കുകൂട്ടി നോക്കിയപ്പോൾ ആ ക്ലസ്റ്ററിന് ഏകദേശം നമ്മുടെ സൂര്യന്റെ 100 ലക്ഷം കോടി മടങ്ങ് മാസ് ഉണ്ട്. ഇതാണ് നമ്മൾ തേടിക്കൊണ്ടിരുന്ന ദി ഗ്രേറ്റ് അട്രാക്ടർ. അങ്ങനെ ഗ്രേറ്റ് അട്രാക്ടർ എന്ന നിഗൂഢത അവിടെ അവസാനിച്ചു എന്നാണ് ആദ്യം ശാസ്ത്രജ്ഞർ കരുതിയത്. പക്ഷേ സൂര്യന്റെ 100 ലക്ഷം കോടി മടങ്ങ് മാസ് എന്നത് ഒരു വലിയ സംഖ്യ തന്നെയാണെങ്കിലും 100 കണക്കിന് ഗാലക്സികളെ 630 km/s വേഗത്തിൽ ആകർഷിക്കാൻ അത്രയും മാസ് മതിയാകില്ല. അതിന്റെ 10 ഇരട്ടി മാസ് എങ്കിലും ആവശ്യമാണ്. അതിനാൽ തന്നെ അവിടെ ഇനിയും കൂടുതൽ ഗാലക്സി ക്ലസ്റ്റേഴ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ വീണ്ടും നിരവധി സാറ്റലൈറ്റുകളുടെ സഹായത്തോടെ നിരീക്ഷണങ്ങൾ നടത്തി. ആ നിരീക്ഷണങ്ങളിൽ അവിടെ വീണ്ടും ഒരുപാട് ഗാലക്സി ക്ലസ്റ്റേഴ്സിനെ കണ്ടെത്തി. പക്ഷേ എത്ര നിരീക്ഷണങ്ങൾ നടത്തിയിട്ടും എത്ര ക്ലസ്റ്റേഴ്സിനെ കണ്ടെത്തിയിട്ടും ഗ്രേറ്റ് അട്രാക്ടറിന്റെ ഗ്രാവിറ്റിയെ, അതായത് നമ്മുടെ ഗാലക്സിയും സമീപമുള്ള 100 കണക്കിന് ഗാലക്സികളും സഞ്ചരിക്കുന്ന വേഗതയെ സാധൂകരിക്കാൻ മാത്രമുള്ള മാസ് ഒന്നും ആ ക്ലസ്റ്റേഴ്സിനുണ്ടായിരുന്നില്ല. അങ്ങനെ തുടർന്ന് വീണ്ടും കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ചെയ്തത്. എന്തെന്നാൽ 100 കണക്കിന് ഗാലക്സികളെ ഗ്രേറ്റ് അട്രാക്ടർ, അതായത് ഹൈഡ്ര സെന്റൗറസ് സൂപ്പർ ക്ലസ്റ്റർ ആകർഷിക്കുന്നത് പോലെ ദി ഗ്രേറ്റ് അട്രാക്ടറിനെയും മറ്റെന്തോ നിഗൂഢ വസ്തു ആകർഷിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഗ്രേറ്റ് അട്രാക്ടറിനെ ആകർഷിക്കുന്ന നിഗൂഢ വസ്തുവും ഗ്രേറ്റ് അട്രാക്ടറും നമ്മുടെ മിൽക്കി വേയും സമീപമുള്ള ആയിരക്കണക്കിന് ഗാലക്സികളുമെല്ലാം തന്നെ ഏകദേശം 65 കോടി പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള ഒരു ഭീമൻ മെഗാ ക്ലസ്റ്ററിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെയ്പ്ലി മെഗാ ക്ലസ്റ്റർ എന്നാണ് അതിന്റെ പേര്. ഹാർലോ ഷെയ്പ്ലി എന്നൊരു അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനാണ് 1930 ഈ ക്ലസ്റ്ററിനെ കണ്ടുപിടിച്ചത്. ആ ക്ലസ്റ്ററിന് ഗ്രേറ്റ് അട്രാക്ടറിന്റെ 10 മടങ്ങോളം മാസ് ഉണ്ട്. ശരിക്കും മിൽക്കി വേ ഗാലക്സിയുടെ 100 കോടി പ്രകാശ വർഷങ്ങളുടെ ചുറ്റളവിലുള്ള ഏറ്റവും മാസ് കൂടിയ ഘടന ഇതുതന്നെയാണ്. അതുകൊണ്ടാണ് 65 കോടി പ്രകാശ വർഷങ്ങൾക്കകലെ ആയിരുന്നിട്ട് പോലും അത് നമ്മളെയും ഗ്രേറ്റ് അട്രാക്ടറിനെയും ഒക്കെ അതിലേക്ക് ആകർഷിക്കുന്നത്. പക്ഷേ ഇവിടെയും ഗ്രാവിറ്റിയുടെ കളി അവസാനിക്കുന്നില്ല. ഹൈഡ്ര സെന്റൗറസ് സൂപ്പർ ക്ലസ്റ്റർ കണ്ടെത്തിയ ശാസ്ത്ര സംഘം തന്നെ 2016 ഷെയ്പ്ലി ക്ലസ്റ്ററിനും അപ്പുറത്തുള്ള മറ്റൊരു സൂപ്പർ ക്ലസ്റ്ററിനെ കണ്ടെത്തി. വെല സൂപ്പർ ക്ലസ്റ്റർ എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. അത് മിൽക്കി വേയിൽ നിന്നും ഏകദേശം 87 കോടി പ്രകാശ വർഷങ്ങൾക്കകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഷേപ്ലി മെഗാ ക്ലസ്റ്ററിനേക്കാൾ ഒരുപാട് മാസ് കുറഞ്ഞ സൂപ്പർ ക്ലസ്റ്റർ ആണ്. ഈ വെല സൂപ്പർ ക്ലസ്റ്റർ ആയിരുന്നു ദി ഗ്രേറ്റ് അട്രാക്ടർ എന്ന നിഗൂഢതയുടെ പിന്നിലുള്ള മറ നീക്കാൻ ആവശ്യമായ അവസാനത്തെ കണ്ണി. വെല മെഗാ ക്ലസ്റ്ററിനെ കണ്ടുപിടിച്ചതോടുകൂടി എന്തുകൊണ്ടാണ് നമ്മുടെ ഗാലക്സി 630 km/s വേഗത്തിൽ ഗ്രേറ്റ് അട്രാക്ടറിലേക്ക് പായുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി പറയുന്നതാണ് ആ നിഗൂഢതയ്ക്ക് പിന്നിലെ രഹസ്യം. ലാനിയാക്കിയ മെഗാ ക്ലസ്റ്ററിന്റെ കേന്ദ്ര ഭാഗമാണ് ദി ഗ്രേറ്റ് അട്രാക്ടർ, അതായത് ഹൈഡ്ര സെന്റൗറസ് സൂപ്പർ ക്ലസ്റ്റർ. ലാനിയാക്കിയ മെഗാ ക്ലസ്റ്ററിലുള്ള സകല ഗാലക്സികളെയും ഈ ഗ്രേറ്റ് അട്രാക്ടർ ആകർഷിക്കുന്നുണ്ട്. നമ്മുടെ ഗാലക്സി 630 km/s വേഗത്തിൽ ഈ ഗ്രേറ്റ് അട്രാക്ടറിന്റെ ദിശയിലേക്ക് സഞ്ചരിക്കുന്നതിന്റെ 30% കാരണം ഈ ഗ്രേറ്റ് അട്രാക്ടറിന്റെ ഗ്രാവിറ്റി തന്നെയാണ്. എന്നാൽ നമ്മളോടൊപ്പം ഈ ഗ്രേറ്റ് അട്രാക്ടറിനെയും കൂടെ ലാനിയാക്കിയ മെഗാ ക്ലസ്റ്ററിന് പുറത്തുള്ള മറ്റൊരു മെഗാ ക്ലസ്റ്റർ ആകർഷിക്കുന്നുണ്ട്. അതാണ് ഷെയ്പ്ലി മെഗാ ക്ലസ്റ്റർ. മിൽക്കി വേയുടെ സഞ്ചാര വേഗതയുടെ 60% കാരണവും ഈ ഷെയ്പ്ലി മെഗാ ക്ലസ്റ്ററിന്റെ ഗ്രാവിറ്റിയാണ്. അവസാനമായി നമ്മളോടൊപ്പം ദി ഗ്രേറ്റ് അട്രാക്ടറിനെയും കൂടെ ഷെയ്പ്ലിക്കും അപ്പുറത്തുള്ള മറ്റൊരു ചെറിയ മെഗാ ക്ലസ്റ്ററായ വെല മെഗാ ക്ലസ്റ്റർ ആകർഷിക്കുന്നുണ്ട്. ഈ വെല മെഗാ ക്ലസ്റ്ററിന്റെ ഗ്രാവിറ്റിയാണ് മിൽക്കി വേയുടെ സഞ്ചാര വേഗത്തിന്റെ ബാക്കി 10% കാരണമാകുന്നത്. അപ്പോൾ ഭാവിയിൽ ഇനിയും പല ശതകോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഒരിക്കൽ ലാനിയാക്കയിലുള്ള സകല ഗാലക്സികളും ഗ്രേറ്റ് അട്രാക്ടറിൽ ഒരുമിച്ച് കൂടുമോ? അല്ലെങ്കിൽ ലാനിയാക്കയും വെല മെഗാ ക്ലസ്റ്ററും ഒക്കെ ഷേപ്ലി മെഗാ ക്ലസ്റ്ററുമായിട്ട് കൂടിച്ചേരുമോ? തീർച്ചയായും അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കില്ല. കാരണം നമ്മുടെ പ്രപഞ്ചം നിരന്തരമായി ഓരോ നിമിഷവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ വികസിക്കുക മാത്രമല്ല, ഈ വികാസത്തിന്റെ വേഗതയും കാലക്രമേണ വർദ്ധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഗ്രേറ്റ് അട്രാക്ടറിന്റെ ഗ്രാവിറ്റി നമ്മെ ആകർഷിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും നമ്മൾ അവിടെ എത്തുകയില്ല.
എന്തെന്നാൽ ഇനി കാലക്രമേണ നമുക്കും ഗ്രേറ്റ് അട്രാക്ടറിനും ഇടയിലുള്ള ബഹിരാകാശം വികസിക്കുന്ന വേഗത നമ്മൾ ഗ്രേറ്റ് അട്രാക്ടറിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വേഗതയേക്കാൾ കൂടുതലാകും. അപ്പോൾ പിന്നെ നമുക്കൊരിക്കലും അവിടെ എത്താനാകില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗാലക്സി ഗ്രേറ്റ് അട്രാക്ടറിൽ ചെന്ന് പതിക്കുമെന്നും നശിച്ചു പോകുമെന്നുമൊക്കെ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.